ആ ഓക്കെ ബാപ്പുക ഉഷാറായിണ്ട് ആ വരും വരും ബാപ്പുക ഉഷാറായിട്ട് ഇരിക്കും ബാപ്പുക. പിന്നെ നിങ്ങളെ കാണണം പറഞ്ഞിട്ട് കുറച്ച് ആൾക്കാര് പുറത്തു വന്നിരിക്കുന്നുണ്ട്. അല്ല അതിപ്പോടെ നിങ്ങള് ഇവിടെ പാടുണ്ട് എന്ന് പറഞ്ഞിട്ടേ ബാപ്പുക്ക് അവിടെ പാടുണ്ട് പറഞ്ഞിട്ട് അവര് കുറച്ചു നേരമായി കാത്തിരിക്കുന്നു. അവരൊന്നും വിളിക്കട്ടെ ഞാന്. ഇത് ഞാൻ അങ്ങനെ പരിചയമില്ല, അവര് വിളിച്ചാണ്. ബാപ്പുക്ക പാടുണ്ടാന്ന് വെച്ച് ബാപ്പുക്ക ഒന്ന് പരിചയപ്പെട്ടു. വിളിക്കട്ടെ ബാപ്പുക്ക. പാടി കഴിഞ്ഞു ബാപ്പുക്ക. അസ്സലാമലൈക്കും. എന്റെ മുമ്പുറത്തങ്ങളെ നിങ്ങളെ എത്ര കാലായി ഒന്ന് കാണണം ഒന്നും നിങ്ങളൊന്നും പോല. എന്റെ പേര് പാത്തു. ഞാൻ നല്ലോണം ഒന്ന് കാണട്ടെ. ഒന്ന് മാറിക്ക. ഒരു സ്വൈരെന്ന് പറയണത് എനിക്ക് തരലില്ല. ബാപ്പുക്കാനെ കാണണം, പാട്ടിന്റെ സുൽത്താനെ കാണണം എന്ന് പറഞ്ഞിട്ട്. കണ്ടല്ലോ ഫോട്ടോയില് കാണുന്ന പോലെ തന്നെ നല്ല ഭംഗിണ്ട് കാണാൻ. നല്ല ഗ്ലാമർ. ഫോട്ടോയില് കാണുന്ന മാതിരിയല്ല, നല്ല നിറമല്ലേ. ഓ എന്റെ ഓപ്പക്കങ്ങളെ എന്ത് ഇഷ്ടാണെന്ന് അറിയോ? മരിക്കോളം നിങ്ങളെ പാട്ടൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നത്. എന്റെ പക്കങ്ങളെ കാണാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. അല്ലാ ഇക്കെങ്കിലും ഒന്ന് കാണാൻ പറ്റിയാലോ. ഒരു ഫോട്ടോ എടുത്തു. പിന്നെന്താ അത് വേണ്ട. മാഷോടാണ് നന്ദി പറയേണ്ടത്. മാഷ് എന്റെ കുറെ കാലമായിട്ടുള്ള ഒരു സുഹൃത്താണ്. അപ്പൊ നിങ്ങളെന്നെ ഒന്ന് കാണണം എന്ന് പറഞ്ഞിട്ട് ഇവളാണ് കുടിയിൽ ഒരു സ്വൈരം പറയുന്നത് തരൂല. കിടി. അപ്പൊ എന്തെങ്കിലും ഇവിടെ പാടാൻ വരുമ്പോ മാഷ് വിളിച്ച് കാണിച്ചു തരാ പറഞ്ഞു. എന്നെന്തായാലും നടന്നു മാഷേ. ഒരു ഫോട്ടോ എടുക്ക. അത് വേണ്ട, ഞങ്ങളെ മാത്രം എടുത്താ മതി. അപ്പൊ ഞാൻ വേണ്ടേ? അത് വേണ്ട. ഞാനും പാപ്പയ്ക്കും കൂട്ടിട്ട് ഒന്നിങ്ങനെ എടുക്കാം. ഇന്നെ കാണാൻ കേട്ടോ. എന്റെ എല്ലാ ഗ്രൂപ്പിലൊക്കെ ഉള്ളതാണ്. സന്തോഷം. നിങ്ങളെ വീട് എവിടെ? എടപ്പാൾ ബാപ്പു എന്നല്ലേ നിങ്ങളെ പേര്? ബാപ്പുക്കാന്ന് വിളിക്കണ്ടല്ലേ? സോറിട്ടാ. നിങ്ങൾ ഇരുന്നോളെ. സന്തോഷായി. ഞാൻ ചേരാ അടുത്തിരിക്കട്ടെ. ആൾക്കാരെ കണ്ടിട്ടില്ലേ? ആൾക്കൊരു സ്വസ്ഥത. ഞാൻ കൊറേ കാലായിട്ട് കാണാൻ കൊതിച്ചിരുന്ന ആളാണ്. എന്താണ്? പുള്ളിക്കാർക്ക് സംശയം ഉണ്ടാ? നിങ്ങൾ അങ്ങനെ പഠിക്കണ്ട. ഞാൻ ഒരു ബന്ധമുണ്ടാവില്ല. ഒന്നും വിചാരിക്കണ്ടപ്പോളേ ഏത് നേരത്തെ ചെവിയിൽ കോട്ടരുമ പോയ പോലെ ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അത്രേ ഉള്ളൂ. അതെന്താ അറിയോ ഈ ബാപ്പുക്ക? എന്താ സംഭവിച്ചാലേ ഈ നിങ്ങളെ പിന്നെ ഈ പണ്ട് കാലത്ത് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ നിങ്ങൾ ആ ഒരു പാട്ടിലൊരു അതൊക്കെ ഭയങ്കര ഇഷ്ടാ. അപ്പൊ എന്റെ വാപ്പ വന്നു കഴിഞ്ഞാ തന്തപ്പൊടി ഈ പാട്ടല്ലാതെ വേറൊരു പാട്ടും വെക്കൂല. കണ്ണൂരിലുള്ള ചെങ്ങായിയുടെ പാട്ട് വെക്കൂല. ഈ പുതിയതായി വന്ന സെലിങ്കോടത്ത് ഒരു താജുദ്ദീൻ മടങ്ങര ഒരു മനുഷ്യന്റെ പാട്ടിന്റെ വാപ്പ വെക്കൂല. നിങ്ങളെ പാട്ട് മാത്രമേ വെക്കുള്ളൂ. നിങ്ങളെ പാട്ട് കേട്ട് 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 നിങ്ങളോട് ഭയങ്കര ആരാധനയാണ്. ഞങ്ങൾ ഭയങ്കര സ്നേഹത്തിലാ. ഇത് സ്വർണ്ണ? അത് സ്വർണ്ണല്ല, ഗോൾഡാണ്. ഉണ്ടായിരുന്ന ഒരാളോട് ചോദിക്കുന്ന ചോദ്യം. അല്ല ഇത് പാർട്ടി വേറെ അല്ലേ? പാട്ട് കൊടുക്കാണ്ടേ? അല്ല മാഷ് നിങ്ങളൊക്കെ ആരാണ്? ഓറഞ്ച് ഷാജി, ഓറഞ്ച് മീഡിയയുടെ. നിങ്ങളത് എഴുതിയത്? അല്ല അവര് ഓറഞ്ച് മീഡിയയുടെ ഓണറാണ്, MD ആണ്. ഈ ഓറഞ്ച് മീഡിയ എന്ന് പറഞ്ഞാൽ ആ സെലിം കൊടുത്തൊരു ചെങ്ങായിയുടെ ഒക്കെ അവരെല്ലാ പാട്ടും എല്ലാരും പാട്ട് ഇറക്കുന്നുണ്ട്. നിങ്ങളാണ് സലീമിന്റെ ചങ്കായ ഓറഞ്ച് ഷാജില്ലേ? ഞാൻ നിങ്ങളെ ഫോട്ടോ പണ്ട് CD-യിൽ ഇങ്ങനെ മട്ടങ്ങ പോലെ ഇരിക്കുന്നത് കാണാറുണ്ട്. എല്ലാ പാട്ടും നിങ്ങളാ എഴുതാറ്? ഞാന് പിന്നെ ഇതൊരു നമ്മളെ പ്രസിഡന്റ് അല്ലേ അബ്ദുറഹ്മാൻ, അദ്ദേഹം ഏൽപ്പിച്ച ഒരു ലഹരിക്കെതിരെയുള്ള ഒരു പാട്ടാണ്. റെക്കോർഡ് കഴിഞ്ഞിട്ട് എന്റെ ആദ്യത്തെ പാട്ട് ഇറക്കാൻ പോവാണ് ഓറഞ്ച് ഷാജി. അപ്പൊ അതിന്റെ ഒരു റെക്കോർഡിങ്ങിന് വന്നാണ്. വേറെ ആരും കിട്ടിയില്ല, ചങ്ങനെ കിട്ടിയുള്ളൂ. നല്ല നല്ല കമ്പനിക്കാരൊന്നും ഇല്ലേ? നിങ്ങളെ പേരെന്തായിരുന്നു?
ജോയ് മാഷ് മിനിസ്റ്റർ പ്രത്യേകം പറഞ്ഞു എന്റെ കമ്പനിയോട് ഇറക്കാൻ വേണ്ടി ഓറഞ്ച് പിടിക്ക് ഇറക്കാൻ വേണ്ടി പറഞ്ഞു. ഓ അത്രക്ക് ഏത് വലിയ നമ്മുടെ കമ്പനിയല്ലേ? സ്പോർട്സ് മിനിസ്റ്റർ അല്ലേ? ആ ശരി. നിങ്ങള് പേരെന്താണ്? വേലായുധല്ലേ? പാമ്പ് പോലെ തന്നെ അല്ലല്ലോ. അല്ല ആണോ? അല്ല. പാമ്പുണ്ട് നിങ്ങളുടെ കയ്യില്? ശരിക്കും ആ ഫോട്ടോയില് കാണുന്ന പോലെ തന്നെ പടച്ചോനെ. നല്ല ഭംഗിയുണ്ട്. പിന്നെ ഈ പാട്ട് നമുക്ക് രണ്ടുപേരും കേട്ടൂടെ? ഇത് നിങ്ങള് പുതിയ ആ, പുതിയ പാട്ടല്ലേ? പാട്ടാണ്. ആ മാഷ ഒന്ന് രണ്ടുപേരും ഒന്ന് കേൾക്കാല്ലേ? ഒന്ന് പ്ലേ ചെയ്ത് കൊടുക്കും. എന്നാലും എന്റെ ഒപ്പ കാണാൻ കുറച്ച് ആളൊക്കെ കാണാൻ പറ്റിയ എന്റെ പൂതി തീർന്നല്ലോ. ഈ കേട് പറയരുത് ട്ടോ എന്നോട്. ഒരു സ്ഥലത്തേക്ക് മാഷാ കൊണ്ടുപോകാൻ അല്ലാ. പറ്റൂല. അത് ഏത് നേരത്തും വായ ഇങ്ങനെ തുറന്നു വെച്ചിട്ടാണ് ഇരിക്കവിടെ. ഇതാണ് അപ്പൊ നിങ്ങളെ പുതിയ പാട്ട് ഇറങ്ങുന്നത്. അതെ, അതെ, പുതിയ പാട്ട്. അടിപൊളിയാവട്ടെ ട്ടാ. കുറച്ചു നേരം കൂടി ഇരിക്കണം എന്നൊക്കെ ഉണ്ട്. ഈ ലഹരിക്കെതിരെയുള്ള ഒരു ക്യാമ്പയിൻ ഉണ്ട്. ആ. അപ്പൊ അതിന്റെ നമ്മളെ മന്ത്രി അബ്ദുറഹ്മാൻ കാസർഗോഡ് നിന്ന് ആരംഭിക്കുന്ന ജാഥ കാസർഗോഡ് ആരംഭിക്കുന്ന ഒരു ജാഥ. അപ്പൊ മന്ത്രിക്ക് വേണ്ടിയുള്ള പാട്ടാ അത്? മാഷാ അല്ലാ, അങ്ങനെ മന്ത്രി കേൾക്കാനുള്ള പാട്ട് ആദ്യം കേൾക്കാൻ യോഗ ഉണ്ടായി. പൊളിച്ച്. എന്നാ പോട്ടെട്ടോ ഞാന്. ശരി കാണാട്ടാ. നിങ്ങൾ ഇതിൽ കൂടെ ഒക്കെ പോകുമ്പോ എന്നെ ഒന്ന് വിളിക്കണട്ടാ. എന്റെ കെട്ടിയ നമ്പർ ഇയാളെത്തുണ്ടാവും. ഈ വഴിക്ക് വരുമ്പോ ഞാൻ എന്താന്ന് ചോദിക്കും ഇവിടെ. ആയിക്കോട്ടെ എന്നാ ശരിട്ടാ. എന്നാ ഞങ്ങൾ പോട്ടെ ട്ടാ. ഈ ചങ്ങാടത്തെ എന്റെ കിട്ടുന്ന നമ്പർ ഉണ്ടാവും. ഈ ഭാഗത്ത് വരുമ്പോ എന്നെ ഒന്ന് വിളിക്കണക്ക് കാണാലോ നിങ്ങളെ. ചങ്ങായി ഇതൊന്നും പറയില്ല, മാഷാണ്. ഏയ് അതിന്റെ ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് പുറത്താണ് ആർക്ക് നമ്പർ എടുക്കില്ല. ഇവർക്ക് മാത്രമേ കൊടുക്കുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ചോദിച്ചോട്ടോ, തരണ്ടി. ഇത് കുഴപ്പമില്ല. അപ്പൊ എന്നാ ശരി. ആയിക്കോട്ടെ. അസ്സലാമു അലൈക്കും. അസ്സലാമലൈക്കും ട്ടാ. നടക്കുന്ന പോട്ടെ. ശരി. മാച്ചെന്നല്ലേ പറഞ്ഞത്? ആ, അങ്ങനെയല്ലേ പേരെന്തായിരുന്നു? പേര് ജോയ് എന്നാണ്. എല്ലാരും മാഷെന്നാ വിളിക്കുക. ശരി. നിങ്ങളെ കണ്ടാലും മാച്ചാന്ന് തോന്നുന്നു. അല്ലെന്നു നിങ്ങളന്നല്ലേ ജോയ് ഓഡിയോ ലാബിന്റെ ആള്? അതെ, പക്ഷെ ആ മാഷിന്റെ തലയിൽ മുടിണ്ടല്ലോ. ഇജ്ജ് വന്നാ അതൊക്കെ അതൊക്കെ വേറെ വെപ്പൂരിയല്ലേ. വന്നാ വന്നേ വന്നേ. പഴയ പോട്ടിട്ട് വെക്കാല്ലേ കള്ള. എന്നാ ശരിട്ടാ. നിങ്ങൾ മാത്രം നല്ല ആളുള്ളൂ. പോട്ടെ. ശരിട്ടാ, ശരി 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 എല്ലാരോടും. എന്നാ ശരിട്ടാ. വേലായുധം നല്ല പേര്. അപ്പൊ മാഷ് വാലേക്കും സലാം. സന്തോഷട്ടാ. വേലായുധം പോട്ടെ. ആ, ശരി. എന്താ 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 ഒരു മഴ തുറന്ന പോലെ ഉണ്ട്. എന്റെ മാഷ എന്നും ഇതിവിടെ വല്ലതുണ്ടാ? അല്ലാന്ന് വെച്ചാ ചിലവർക്ക് ഇങ്ങനെ ഈ ഭയങ്കര ആരാധനയാണ്. എന്താ ആരാധന? നിങ്ങളുടെ ഒരു ആരാധന ഇവിടെ ആർക്കും ആരാധനയില്ല. അല്ല, മനസ്സിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു അതാണ് അതെ ഈ നമ്മൾ ഈ ക്യാമറയുടെ ബാക്കിൽ നിൽക്കുന്ന നമ്മളാരും തിരിച്ചറിയില്ല. ഇവരൊക്കെ അല്ല, ഇപ്പൊ ഇന്നാളെ എനിക്കറിയാം ഒരു പ്രോഗ്രാമിന് ഷാജു രണ്ട് പാട്ടുകാരൊക്കെ ഒഴിവുണ്ട്. ഷാജിയോട് നിങ്ങളാണ് മാറിക്ക് മറ്റവരെ കയറ്റി അവരെ പാട്ടുകാരാക്കിയ ഷാജിയാണ്. അവരത് ഷാജിനെ പുറത്തുണ്ട്. ബാക്കി ഇനി ഇതുപോലത്തെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അല്ല, ഇവരെ ഞാൻ എവിടെ കണ്ട് അത്ര പരിചയമുള്ളൂ. നല്ലതാ. എന്ത് വേണം, നമുക്കൊരു ഗുണമില്ല. ഓക്കെ, ഇവിടെ എന്തായാലും സന്തോഷമാണ്. ഇതൊക്കെ സന്തോഷമാണ്. നമ്മുടെ അവാർഡ് ഇതാണ്. നമ്മളൊക്കെ തിരിച്ചറിയാനും നമ്മളൊക്കെ ഇഷ്ടപ്പെടാനും ആൾക്കാരും അതിനിപ്പോ ഒരു സന്തോഷം. അടിപൊളി. ഓക്കെ, അപ്പൊ ഇത് ഓക്കെ.